ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ ഫോർമുലറി ആണ് കേട്ടോ. സോ ഹോസ്പിറ്റൽ ഫോർമുലറി പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. സോ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഏജൻസികൾ, അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഏജൻസികൾ വേണം, അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പോകാൻ എന്തൊക്കെ ഡ്രഗ്സുകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഈവൻ ദോ എങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതണം, ഏത് രീതിയിൽ ഡ്രഗ് മാനേജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയും കേട്ടോ. അതുമാത്രമല്ല, ഇപ്പോൾ എക്സാമ്പിൾ എല്ലാ ഹോസ്പിറ്റലിലും ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ യൂണിഫോം ഹോസ്പിറ്റൽ ഫോർമുലറി ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഡയബറ്റിക് സെൻ്റർ ആണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ബാക്കിയുള്ള ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡ്രഗ്സുകളെ പറ്റിയിട്ട് ആവശ്യമില്ല അല്ലേ, കാര്യം അവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ അവർക്ക് അതിൻ്റെ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഹോസ്പിറ്റൽ ഫോർമുലറി യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അവർക്ക് ചെയ്യാന്നുള്ളതാണ്. നോർമലി നമുക്കൊരു ഹോസ്പിറ്റൽ ഫോർമുലറി അറിയാം. സോ അതുമാത്രമല്ല, ഈ ഹോസ്പിറ്റൽ ഫോർമുലറി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നോർമലി ഒരു ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കും. സോ ബേസിക്കലി തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഓൾറെഡി ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട്. എന്നാൽ തന്നെയും മൾട്ടി ഡിസിപ്ലിനറി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് പറയുക. സോ ഇവർ സെലക്ഷൻ, ഇവാലുവേഷൻ, മാനേജ്മെൻറ്റ്, മെഡിസിനൽ ഏജൻസിൻ്റെ ഡോസേജ് ഫോം, എന്തിനു വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൽ പേഷ്യൻ്റ് കെയർ, ഒരു പേഷ്യൻറ്റിന് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം അവർക്ക് ഡ്രഗ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ അസിസ്റ്റൻസ്, സെലക്ഷൻ, ഇവാലുവേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. സോ ബേസിക്കലി ഇതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റൽ ഫോർമുലറി ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്ത് 1986 മറന്നു പോകരുത്, 1986 കേട്ടോ. സോ കൊണ്ടുവന്നത് CMC വെല്ലൂരാണ്. ആരാണ്? CMC വെല്ലൂരാണ്. സോ മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നോട്ടിൽ കൊടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹോസ്പിറ്റൽ ഫോർമുലറി ഇന്നെ ഗവൺമെൻറ് ടീച്ചിങ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് 1997 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പഠിക്കേണ്ടെന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചിരിക്കുക. സോ അഡ്വാൻറ്റേജ് നമുക്കറിയാം. ഒന്ന്, മാനേജിങ് ഡ്രഗ് കോംപ്ലക്സിറ്റി. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗുകൾക്ക് എന്ന് വെച്ചാൽ ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രഗുകൾക്ക് ഒരുപാട് തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഇങ്ങനെ സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ന അഡ്വേഴ്സ് എഫക്റ്റുള്ള ഡ്രഗുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി വെച്ച് അറിയാൻ പറ്റും. ഹാൻഡ്ലിങ് ന്യൂ ഡ്രഗ് ഇൻഫ്ലക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പുതിയ ഡ്രഗുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പുതിയ ഡ്രഗുകളെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. കോപ്പിംഗ് വിത്ത് സെയിൽസ് സ്ട്രാറ്റജീസ്, അതായത് പുതിയ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനത്തെ സെയിൽസ് സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഹെൽത്ത് കെയർ. ബേസിക്കലി ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ഹെൽത്ത് കെയർ എന്നാണ്. അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വില കുറഞ്ഞിരിക്കുന്ന മരുന്നുകൾ, ഗുണനിലവാരമുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം. ഇപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, എത്ര ബ്രാൻഡ് ആണെങ്കിലും മാത്രമേ അവർ എഴുതുകയുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ ഡ്രഗ്സ് ഒന്നും അവർ എഴുതില്ല അല്ലേ. സോ അങ്ങനത്തെ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ എന്താണ്, ഈ കോസ്റ്റ് എഫക്റ്റീവ് ഹെൽത്ത് കെയർ ഡ്രഗ്സുകൾ അവർ കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ് മെയിനായിട്ട് പറയാനുള്ളത്. സോ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിന് ഫ്രീഡം ഉണ്ടാവില്ല, ലിമിറ്റഡ് ആയിരിക്കും. ഹോസ്പിറ്റൽ ഫോർമുലറി ഡ്രഗ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഫാർമസിസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. ബേസിക്കലി നമുക്കറിയാം, ചില പേഷ്യൻസിനൊക്കെ ഇന്ന ഡ്രഗ് ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ ചില ഈവൻ ഡോക്ടേഴ്സിന് പോലും ഇന്ന ബ്രാൻഡ് എഴുതിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പലതും പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ ഫോർമുലറിയിലുള്ള ഡ്രഗുകൾ മാത്രമേ വാങ്ങി വെക്കാൻ പറ്റൂ. പേഷ്യൻസിൻ്റെ ചോയ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ചോയ്സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഗൈഡ് ലൈൻ ഉണ്ട്. നമുക്കൊരു ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ദ ഫേസ്റ്റ് വൺ ഈസ് മൾട്ടി
multidisciplinary approach. Establish a PTC involving various disciplinary for day-to-day organization activity. ഒരു ഹോസ്പിറ്റൽ ഫോമുലറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു PTC ഉണ്ടായിരിക്കണം. PTCൻ്റെ അണ്ടറിലും അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റൽ ഫോമുലറി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് സ്പോൺസർഷിപ്പ് ആൻഡ് അഡോപ്ഷൻ ആണ്. ദ മെഡിക്കൽ സ്റ്റാഫ് സ്പോൺസർ ദ ഫോമുലറി സിസ്റ്റം ബേസ്ഡ് ഓൺ PTC റെക്കമെൻഡേഷൻ അഡാപ്റ്റിംഗ് പ്രിൻസിപ്പിൾ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നീഡ്സ്. ബേസിക്കലി ഒരു PTC ഉണ്ടാക്കി വെച്ചു. PTCയുടെ ഇഷ്ടപ്രകാരമല്ല ഡ്രഗ്സുകൾ പറയേണ്ടത്. അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ മരുന്നുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ റെക്കമെൻഡേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പോളിസി ഡെവലപ്മെന്റ് ആണ്. സോ PTC ഫോമുലേറ്റ് റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഗവേണിംഗ് ദ ഫോമുലറി സിസ്റ്റം. അതായത് നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്, എന്തോ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നുള്ളത് ഒരു റിട്ടൺ ഫോമുലറി സിസ്റ്റം നമ്മൾ അല്ലെങ്കിൽ ഒരു റിട്ടൺ പോളിസി ഡെവലപ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് ഇൻക്ലൂഷൻ ഓഫ് നോൺ പ്രൊപ്പറേറ്ററി നെയിംസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നോൺ പ്രൊപ്പറേറ്ററി നെയിംസ് മസ്റ്റ് ബി പാർട്ട് ഓഫ് ദി ഫോമുലറി ഫോർ ക്ലാരിറ്റി. സോ നോൺ പ്രൊപ്പറേറ്ററി നെയിംസ് ഒക്കെ നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അതിൽ നമ്മൾ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ ഇത്രയും ബേസിക് കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നിങ്ങൾ അത് ഐഡിയ മനസ്സിൽ കേട്ടി വെക്കുക, അത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ബേസിക്കലി നോൺ പ്രൊപ്പറേറ്ററി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ട് എന്താ നോൺ പ്രൊപ്പറേറ്ററി. സോ ബേസിക്കലി നോൺ പ്രൊപ്പറേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് രജിസ്റ്റേർഡ് ഓർ പ്രൊട്ടക്റ്റഡ് ആസ് എ ട്രേഡ് മാർക്ക് ഓർ എ ബ്രാൻഡ് നെയിം, ബേസിക്കലി ജനറിക് നെയിം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ലിമിറ്റഡ് ഡ്രഗ് എൻറ്റിറ്റീസ് ആണ്. സോ നമ്മൾ എല്ലാ ഡ്രഗുകളും കൊടുക്കില്ല, നമുക്ക് അവൈലബിൾ എല്ലാ ഡ്രഗും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും പേഷ്യൻ്റ് കെയറും ബെസ്റ്റ് ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ഡ്രഗ്സുകൾ കൊടുക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മെഡിക്കൽ നഴ്സിംഗ് സ്റ്റാഫ് ഒക്കെ അവരോട് നമ്മൾ സംസാരിക്കണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് അവരുടെ നമ്മൾ എടുക്കണം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫാർമസിസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്പെസിഫിക് ക്വാളിറ്റി, സ്പെസിഫിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കെമിക്കൽ, ബയോളജിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നതും അത് ഡിമാൻഡ് കൊണ്ടുവരിക എന്ന് പറയുന്നതും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ഒക്കെ എന്താണ് ഫാർമസിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സോ ബേസിക്കലി ഹോസ്പിറ്റൽ ഫോമുലറി 3 തരത്തിലുള്ളത്. ഓപ്പൺ, ക്ലോസ്ഡ്, വാല്യൂ ബേസ്ഡ് കേട്ടോ. ഓപ്പൺ എന്ന് വെച്ചാൽ ഓൾ ഡ്രഗ് ഓൺ ആർ അപ്രൂവ്ഡ്, ഡ്രഗ് ലിസ്റ്റ് ആർ കവേർഡ്, എല്ലാ ഡ്രഗും അപ്രൂവ്ഡ് ആയിരിക്കും. സോ ക്ലോസ്ഡ് ആണെങ്കിൽ എല്ലാം ഒന്നുണ്ടാവില്ല, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. വാല്യൂ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, പക്ഷേ സേഫ്റ്റിയും എഫക്റ്റീവ്നെസ്സും കോസ്റ്റിനും അവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കും. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ എന്നതാണ്. വാല്യൂ കൊടുക്കുക, അതായത് സേഫ്റ്റിക്ക് വാല്യൂ ചെയ്യുന്നു, എഫക്റ്റീവ്നെസ്സിന് വാല്യൂ ചെയ്യുന്നു, കോസ്റ്റിനും വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പൈസയൊന്നും അധികം വാല്യൂ ചെയ്യാറില്ല, നമ്മൾ അതെങ്ങനെ വേണമെങ്കിലും ആകാം എന്നുള്ളതാണ് കേട്ടോ. ഇത് ബേസിക് ഒരു കാര്യമാണ്, ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ പ്രീ റിക്വസ്റ്റ് ഫോർ ഡെവലപ്പിംഗ് എ ഹോസ്പിറ്റൽ ഫോമുലറി. ഒരു ഹോസ്പിറ്റൽ ഫോമുലറി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ഫോമുലറി കമ്മിറ്റി. ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കണം. കണ്ടന്റ് എഗ്രിമെൻറ്റ്, എന്തോ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഏത് സ്ട്രക്ചറിലാണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ രൂപീകരിക്കണം. എഡിറ്റർ അപ്പോയിൻമെൻറ്റ്, ഒരു എഡിറ്ററെ വെക്കണം. ഫോമുലറി ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ എഡിറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഫീസിബിൾ ആക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോമുലറി എന്ന് വെച്ചാൽ നമുക്ക് വലിയ ബുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല, കുഞ്ഞു ബുക്കാണ്, നമുക്ക് പോക്കറ്റ് ഡിക്ഷണറി പോലെ കൊണ്ടുപോകാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അപ്പോൾ സോ എഡിറ്റർ അത്യാവശ്യമാണ്. ഡ്രാഫ്റ്റ്, റിവ്യൂ ആൻഡ് റിവിഷൻ. ഏതൊരു കാര്യം ചെയ്ത ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല, അതിന് ഡ്രാഫ്റ്റാണ് നമ്മൾ പറയുക. അതും ഡ്രാഫ്റ്റാക്കും, റിവ്യൂ ചെയ്യും, പിന്നെ ആഡ് ചെയ്യാണ്ടെങ്കിൽ റിവൈസ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. സോ പ്രിപ്പറേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ഫോമുലറി. സോ ബേസിക്കലി ഹോസ്പിറ്റൽ ഫോമുലറി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ടറി ഇൻഫർമേഷൻ. അത് ഇൻഫർമേഷൻസ് തുടങ്ങുകയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹോസ്പിറ്റൽ ഫോമുലറി ഉണ്ടാക്കുമ്പോൾ അതിലെന്താ കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ ഈസ് അക്നോളജ്മെൻറ്റ്, അബ്രിവേഷൻ, യൂസേജ്, ബേസിക് ഡ്രഗ് ഇൻഫർമേഷൻ. ഇത്രയും കാര്യമാണ് നമ്മൾ ഇൻട്രൊഡക്ടറി ഇൻഫർമേഷൻസിൽ കൊടുക്കുക. ഓക്കെ, സോ അക്നോളജ്മെൻ്റ് ഉണ്ട്, അബ്രിവേഷൻ ഉണ്ട്, ബേസിക് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ കാറ്റഗറീസ് ആണ്. ജനറിക് നെയിം, ഡോസേജ് ഫോം, സ്ട്രെങ്ത്, പ്രിക്വേഷൻ, സൈഡ് എഫക്റ്റ്, ഡോസേജ് ഇൻസ്ട്രക്ഷൻസ്, ഇൻട്രാക്ഷൻസ്, പ്രൈസിങ്, റെഗുലേറ്ററി കാറ്റഗറി, സ്റ്റോറേജ് ഗൈഡ് ലൈൻ, പേഷ്യൻറ്റ് കൗൺസിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ബ്രാൻഡ് നെയിം. സോ
ഇത്രയും കാര്യങ്ങളായിരിക്കും അതിൽ കൊടുക്കുക. ആൻഡ് തേർഡ് വൺ ഈസ് പ്രിസ്ക്രൈബിങ് ആൻഡ് ഡിസ്പെൻസിങ് ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെ കൊടുക്കണം, ഏത് രീതി കൊടുക്കണം, മെട്രിക് സിസ്റ്റം, ഫോർമുലറി ടെർമിനോളജീസ്, പിന്നെ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ഫോർത്ത് വൺ ഈസ് അഡീഷണൽ സെക്ഷൻ ആണ്. സോ ഇവിടെ നമ്മൾ IV ബാഗ് എങ്ങനെ ഉണ്ടാവുക, ജനറൽ പ്രിൻസിപ്പിൾ, പിന്നെ പോയിസണിങ് ഇൻഫർമേഷൻസ്, ആൻഡോട്ട് ആൻഡ് മിസ്ലേനിയസ് സെഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ബേസിക്കലി നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ പോയിന്റും പഠിക്കേണ്ട, ജസ്റ്റ് ഇൻട്രൊഡക്ടറി ഇൻഫർമേഷൻ, ഡ്രഗ് ഇൻഫർമേഷൻ കാറ്റഗറി, അങ്ങനെയുള്ള ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. സോ ഫോർമുലറി ഫോർമാറ്റ് കൺസിഡറേഷൻ ആണ്. എങ്ങനെയായിരിക്കണം ഫോർമുലറി നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഫേസ്റ്റ് വൺ ഈസ് സൈസ് നമുക്ക് എല്ലാവർക്കും ചെറുതായിരിക്കണം, കോമ്പാക്റ്റ് ആയിരിക്കണം, കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഫോർമാറ്റ്. സോ ലൂസ് ലീഫ്ലെറ്റ് ഓർ ബൗണ്ട്, പ്രിന്റ് ഓർ മിമോഗ്രാഫ്റ്റ്. സോ ബേസിക്കലി നമുക്കറിയാം ഈ മേലേക്ക് നമുക്ക് എന്താണ് ഈ ഓരോ ലീഫ് പോലെ മാറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് ബുക്ക് പോലെ ഓപ്പൺ ആക്കുന്നതോ. സോ ഫോർമാറ്റിലും ഒരു കൺസിഡറേഷൻ കൊടുക്കുക നല്ലതാണ്. ഇൻഡെക്സിങ് ആൻഡ് കാറ്റഗറി, ഓപ്പൺ ആണോ, ക്ലോസ്ഡ് ആണോ, ഹൈബ്രിഡ് ആണോ, വാല്യൂ ബേസ്ഡ് ഫോർമുലറി മോഡലാണോ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഏത് ടൈപ്പ് ഉള്ളതെന്നല്ല, അതേപോലെ ആവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. റെസ്പോൺസിബിലിറ്റി പറയുവാണെങ്കിൽ PTC ആണ് ഫൈനലൈസ് ചെയ്യുന്നത് ഇത് നമുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. സോ PTC ആണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളി എടുക്കുക കേട്ടോ. ഇത് അഡ്ഹർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഫോർമുലറി ആണോ ചെയ്യുന്നത് നോക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഫോർമുലർ റിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ PTC ആണ് ഏറ്റെടുക്കുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ഭാഗമാണ്, അധികം ടൈം എടുക്കില്ല, നോട്ട് മാത്രം വായിച്ചാലും മതി. പിന്നെ ബേസിക്കലി 2 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഓരോ ബുക്കുകളിലും ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. സോ അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് പ്രൈമറി ആയിട്ട് ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിൽ വേണ്ട കണ്ടന്റുകൾ കേട്ടോ. സോ പ്രൈമറി ഒബ്ജക്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഡ്രഗിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക, 2 പോളിസീസ് പ്രൊസീജിയേഴ്സ് കൊടുക്കുക, സ്പെസിഫിക് ഇൻഫർമേഷൻ അബൌട്ട് ഡ്രഗ് കൊടുക്കുക കേട്ടോ. പ്രൈമറി ഒബ്ജക്റ്റിന് ഒന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. സോ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ ഓൺ ഡ്രഗ്, അതായത് ഡ്രഗിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓൺ ഹോസ്പിറ്റൽ പോളിസി, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ പോളിസി. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് സ്പെഷ്യൽ ഇൻഫർമേഷൻ. ഈ 3 കാര്യങ്ങളായിരിക്കണം ഹോസ്പിറ്റൽ ഫോർമുലറിൻ്റെ ഒരു പ്രൈമറി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ 3 പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്, ഇത് പക്കയായിട്ട് പഠിച്ചു വയ്ക്കുക. സോ ഓക്കെ അല്ലേ. സോ പിന്നെ നമുക്ക് വീണ്ടും ഫർദർലി വലിയ നോട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതായത് എങ്ങനെയാണ്, ഏത് രീതിയിൽ നമുക്ക് ഡ്രഗ് കൊടുക്കണം, അത് അസെൻഡിങ് ഓർഡർ ആകണോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാകണോ, മീൻസ് അതായത് എന്താണ് നമ്മുടെ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് കാരണമാകണോ, അങ്ങനെ ഒരുപാട് വീണ്ടും ഫർദർലി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. 10 മാർക്കിനോ 15 മാർക്കിനോ എഴുതുന്ന എക്സാം ഒന്നുമല്ല, നമുക്ക് 1 മാർക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ബേസിക് കാര്യങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കി വയ്ക്കുക. സോ നെക്സ്റ്റ് കാണാം. ബൈ.